ഹലോ ഗൈസ്, ഞാനിപ്പം ട്രക്കിലാണുള്ളത്. UK ട്രക്കിലാണ് ഇപ്പം ഞാനിരിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ ഇവിടെ ഡ്രൈവ് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞങ്ങളിപ്പം ലൂത്ത് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇന്നത്തെ രണ്ടാമത്തെ ലോഡാണ് ലൂത്ത് എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. ഞാനിതുവരെ ലൂത്തിൽ പോയിട്ടില്ല. ആ വഴി പോയിട്ടുണ്ട്, പക്ഷേ ലൂത്തിൽ പോയിട്ടില്ല. പിന്നെ ഒരു ദിവസത്തെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഡേ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഗൈസ്. പോകുന്ന വഴി ഫുള്ള് ബ്ലോക്കാണ്. ഒരു 2.5 hour നമുക്ക് ഡ്രൈവ് ഉണ്ട്. സോ നല്ലൊരു സണ്ണി വെതറാണെന്ന് നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഭയങ്കര സണ്ണി വെതറാണ്. ആൻഡ് ഐ ആം വിത്ത് സണ്ണി ടു. സോ ഞാൻ പോകുന്ന വഴിക്ക് എന്തെങ്കിലും എക്സൈറ്റിംഗ് ആയിട്ട് കാണുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. കൂടെ നമുക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ചോദിക്കാം എങ്ങനെയാണ് ഈ ഒരു ജോലി കിട്ടിയതെന്നും ഈ ഒരു ജോലിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ പ്രോസസ്സാണ് ഉണ്ടായിരുന്നതെന്നൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം. സോ ഞാൻ ഹസ്ബൻഡായിട്ട് സംസാരിക്കാം. കേട്ടല്ലോ, ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെട്ടെ അല്ലേ? സോ UK ട്രക്ക് ഡ്രൈവറായിട്ട് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും എൻ്റെ വീഡിയോ ഒന്ന് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിന് കൂളായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഡു കമൻറ്റ് ബിലോ. ഞാൻ നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യുന്നതായിരിക്കും. എങ്ങനെയാണ് ഈ ജോലിയിലേക്ക് എത്തിപ്പെട്ടെ? ഇത് ഞാൻ പണ്ട് മുതലേ ഒരു ആഗ്രഹമായിരുന്നു, പുറത്ത് വന്നിട്ട് ട്രക്ക് ഓടിക്കണം എന്ന്. അങ്ങനെ ഇവിടെ വന്നു, ലൈസൻസ് എടുത്തു. പിന്നെ ജോലി കിട്ടാൻ കുറച്ച് ടഫായിരുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്തു. നമ്മുടെ ടൈം ആയപ്പോൾ നമുക്ക് കിട്ടി. അങ്ങനെ ജോലി കയറി. ഇപ്പോൾ ജോലിക്ക് കയറിയിട്ട് എന്താ തോന്നുന്നത്? ജോലി കയറിയപ്പോൾ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ആദ്യം വേറെ വണ്ടിയാണ് ഓടിച്ചുകൊണ്ടിരുന്നത്, ട്രെയിലറായിരുന്നു. പിന്നെ സമയം കുറേ കൂടുതൽ വേണം, കാരണം ലോങ് അവേഴ്സാണ്. എനിക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു, കാരണം വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ സമയത്ത് പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഈ ജോലിയിലേക്ക് വന്നിട്ട് ഇപ്പോൾ എത്ര ഇയേഴ്സായി? ഞാനിപ്പോൾ ഒരു 2 year മേളായി. 2 year മേളിലായി. ഫസ്റ്റ് എന്നാണ് ഈ ഒരു ലൈസൻസ് എടുത്തത്? ലൈസൻസ് എടുത്തത് 2021-22 UK വന്ന സമയത്ത് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. 22-23 എത്ര രൂപ കോസ്റ്റ് വന്നു ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട്? ഏകദേശം ഇവിടുത്തെ ഒരു 3000-3500 പൗണ്ട്. 3500 പൗണ്ട്, അതായത് നാട്ടിലൊരു 4 ലക്ഷം രൂപ അടുത്ത് ചെലവാക്കിയിട്ടുണ്ട്. 4 ലക്ഷത്തിന്റെ മേളിലാവുന്നുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ ഈ ഒരു ജോബ് കിട്ടാൻ ഭയങ്കര ഈസി ആയിരുന്നു, അതോ ട്രക്ക് ഡ്രൈവേഴ്സിന് ഒത്തിരി വേക്കൻസി ഉണ്ടോ UK? വേക്കൻസി ഇഷ്ടംപോലെ ഉണ്ട്, പക്ഷെ എല്ലാവരും എക്സ്പീരിയൻസ് ഡ്രൈവേഴ്സിനെയാണ് കൂടുതൽ നോക്കുന്നത്. ഞാൻ ലൈസൻസ് എടുത്തിട്ട് ഏകദേശം 1 year ഏകദേശം ഞാൻ വെയിറ്റ് ചെയ്തു ജോലി കിട്ടാൻ വേണ്ടി. കുറെ അപ്ലൈ ചെയ്തു, എവിടെയും കിട്ടിയില്ല. എല്ലാവരും എക്സ്പീരിയൻസ് 1 year അല്ലെങ്കിൽ 6 month എക്സ്പീരിയൻസ് ആയിരുന്നു ചോദിക്കുന്നത്. ലാസ്റ്റിന് എക്സ്പീരിയൻസ് ഇല്ലാണ്ട് ഒരു ജോലി കിട്ടി. ഓക്കെ. കുറച്ചൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ജോലി കിട്ടും എന്ന് പറയുന്ന കുറച്ച് കമ്പനീസിന്റെ നെയിംസ് പറയാൻ പറ്റുമോ? ഈസി ആയിട്ട് അധികം എക്സ്പീരിയൻസ് ചോദിക്കാതെ. കുലീന എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ട്, അത് വലിയ എക്സ്പീരിയൻസ് ഇല്ല. പിന്നെ ചില ഈ ടെസ്കോക്കാരൊക്കെ എടുക്കുന്നുണ്ട് ഡ്രൈവേഴ്സിനെ. അങ്ങനെ കുറച്ച് കമ്പനീസ് ഉണ്ട്, എനിക്ക് അധികം ഡീറ്റെയിൽ അറിയില്ല. ഓക്കെ. ഈ പേയ്മെന്റിനെ വെച്ച് നോക്കുമ്പോൾ ട്രക്ക് ഡ്രൈവേഴ്സിന് നല്ല പേയ്മെന്റ് UK കിട്ടുമെന്ന് പറയുന്നുണ്ട്, അതുള്ളതാണോ? പേയ്മെന്റ് കിട്ടും, പക്ഷെ അതിനനുസരിച്ച് പണിയുണ്ട്. അപ്പം ഒരു 13 hours അല്ലെങ്കിൽ അത്രയും ഷിഫ്റ്റ് അത്രയും ലോങ് ആയിരിക്കും. പിന്നെ ഒരു 10 hours മാക്സിമം ഡ്രൈവിംഗ് അവേഴ്സ് ഉണ്ടാവും. അപ്പം അതൊക്കെ നോക്കുമ്പം ബുദ്ധിമുട്ടുണ്ട്. പിന്നെ റോട്ടിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്, അതിന് റിസ്ക് ഉണ്ട്. പക്ഷെ പേയ്മെന്റും അതുപോലെ ഉണ്ടെന്നാണ് പറയുന്നത്. പേയ്മെന്റ് അത്യാവശ്യം ഉണ്ട്. സാധാ ജോലി വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ മെച്ചമാണ് മേഖല. ഇപ്പൊ പുതിയതായിട്ട് കുറെ ആൾക്കാർക്ക് ലൈസൻസ് എടുക്കാനും ഈ ഒരു ജോലിയിലേക്ക് വരാനൊക്കെ താല്പര്യമുണ്ട്. അപ്പൊ അവരോടൊക്കെ എന്താ പറയാനുള്ളത്? താല്പര്യമുള്ളവർ ലൈസൻസ് എടുക്കുക, ജോലി കണ്ടെത്തുക. എന്തായാലും നമുക്ക് അതിൻ്റെ ഒരു പാഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ജോലി കിട്ടും. കാരണം നമ്മൾ കീപ്പ് ഓൺ ട്രൈയിങ് ആണല്ലോ പറയുന്നത്. നമുക്ക് കിട്ടും, കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും ജോലി കിട്ടും. ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും മാറാം. എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതിൽ വിസ സ്പോൺസർഷിപ്പിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നുള്ളതായിരിക്കും. അപ്പൊ അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? വിസ സ്പോൺസർഷിപ്പ് ട്രക്ക് ഡ്രൈവേഴ്സിന് UK നിലവിലില്ല. യൂറോപ്പിലേക്ക് ഉണ്ടെന്ന് തോന്നുന്നു. യൂറോപ്പിലുണ്ട്, ഇവിടെ UK ഇല്ല. അപ്പം വിസ നോക്കി ഈ ഒരു സെഗ്മെന്റിലോട്ട് വരുന്ന ആളാണെങ്കിൽ ചുമ്മാ പൈസ കളയണ്ട. ഈ പാഷൻ ഉണ്ടെങ്കിൽ ഓടിക്കാം. അല്ലാതെ ഇതിന്റെ കുറച്ചുകൂടെ ഹയർ മേഖലകളിലേക്ക് പോകാനായിട്ട് നമുക്ക് ഈ ലൈസൻസ് എടുത്താൽ പറ്റുമോ? ഹയർ മേഖലയിലോട്ട് നമുക്ക് പോവാം. ഡ്രൈവിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ബേസ് ആണ്. പിന്നെ ഇപ്പൊ ഞാനൊരു കമ്പനിയിൽ ട്രാൻസ്പോർട്ട് മാനേജറാണ്. അപ്പം നമുക്ക് മേലോട്ട് നമുക്ക് എക്സാംസ് ഉണ്ട്. ട്രാൻസ്പോർട്ട് മാനേജറിന്റെ CPC ഉണ്ട്. അത് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മേലോട്ട് നമുക്ക് കയറാം, കുഴപ്പമൊന്നുമില്ല. സാലറി അതുപോലെ തന്നെ പാക്കേജ് ആയിരിക്കും. അങ്ങനെ ഇതിനോടൊരു പാഷൻ ഉണ്ടെങ്കിൽ ഇത് ട്രക്ക് റിലേറ്റഡ് ആയിരിക്കും ജോബ് എല്ലാം. റൂട്ട് പ്ലാനിങ്ങും അതേപോലെ കസ്റ്റമറിനെ വിളിക്കുക, ഡെലിവറിന്റെ കാര്യങ്ങൾ നോക്കുക. അങ്ങനെ അതൊക്കെയാണ് ഈ ട്രാൻസ്പോർട്ട് മാനേജറിൽ വരുന്നത്. പിന്നെ ഡ്രൈവേഴ്സിന്റെ കാര്യങ്ങളെല്ലാം നോക്കുക. അപ്പം ഏകദേശം
നല്ലൊരു കോസ്റ്റ് നമുക്ക് സാലറി കിട്ടും. ഓക്കെ ഓക്കെ. ഇതിന് ഈ ജോലി തുടങ്ങിയപ്പോൾ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യം എന്തായിരുന്നു? ചലഞ്ചിങ് ആയിട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെലിവറി കറക്റ്റ് ടൈമിൽ എത്തിക്കുക. പിന്നെ റോഡ് ആയിരുന്നു, ഇവിടെ പല റോഡുകൾക്കും വെയിറ്റ് ലിമിറ്റ് ഉണ്ട്. പിന്നെ ചില ബ്രിഡ്ജിൽ നമുക്ക് കയറാൻ പറ്റില്ല. ചില റെയിൽവേ ബ്രിഡ്ജ് എന്നൊക്കെ പറയുന്നത് അത്രയും ഹൈറ്റ് ഉണ്ടാവില്ല. ഇതിപ്പം 12 ഫീറ്റാണ് ഹൈറ്റ്. അപ്പം 10 ഫീറ്റിൻ്റെ ഒക്കെ ബ്രിഡ്ജസ് ഒക്കെ ഉണ്ടാവും. നമ്മൾ അതിൻ്റെ അടിയിൽ കൂടെ പോകുമ്പോൾ നമ്മുടെ മേളിൽ ക്യാബിൻ ഇടിക്കും. അതൊക്കെ നോക്കി പോകുന്നത് ചെറിയൊരു ചലഞ്ചിങ് ആയിരുന്നു ഫസ്റ്റ്. നമ്മൾ ഈ ഗൂഗിൾ മാപ്പ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള റൂട്ടായിരിക്കും കാണിക്കും. പക്ഷെ നമ്മൾ അതിൽ പോയി കഴിയുമ്പോൾ ആയിരിക്കും ഇതുപോലെ ചെറിയ പാലമോ അങ്ങനെ എന്തെങ്കിലും ചെറിയ റോഡുകളൊക്കെ ആയിരിക്കും. അപ്പോൾ അവിടെയൊക്കെ എത്തിക്കുമ്പോൾ നമ്മൾ ശരിക്കും പെടും. പിന്നെ നമ്മൾ ചിലപ്പോൾ റിവേഴ്സ് എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ വേറെ ആരുടെ ഹെൽപ്പ് ചോദിക്കേണ്ടി വരും. അതൊക്കെയായിരുന്നു ഏറ്റവും ചലഞ്ചസ് സ്റ്റാർട്ടിങ്ങിൽ. പിന്നെ നമ്മളത് റോഡ് നോക്കി ഓടിക്കാൻ പഠിച്ചു. പിന്നെ ഇപ്പം വലിയ കുഴപ്പമില്ല. നാളെ ഇടയ്ക്ക് നമ്മൾ എവിടെയെങ്കിലൊക്കെ പോയിട്ട് പെടും. അപ്പം നമ്മളതുപോലെ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് വരും. ഐബിൻ പറഞ്ഞു ക്ലാസ് 1ഉം ക്ലാസ് 2ഉം ഉണ്ടെന്ന് പറഞ്ഞു. അത് തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് പറയാമോ? ക്ലാസ് 1 എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ പുറകിൽ ട്രെയിലർ ഫിറ്റ് ചെയ്യുന്നതാണ് ക്ലാസ് 1. ക്ലാസ് 2 എന്ന് പറഞ്ഞിട്ട് സാധാരണ നമ്മൾ ടിപ്പർ പോലത്തെ ലോറി. ക്ലാസ് 1 കൂടുതലും ലോങ് ഡിസ്റ്റൻസ്, അതുപോലെ തന്നെ ഈ കൊറിയർ സർവീസ് അങ്ങനെയൊക്കെയുള്ള ക്രോസ് കൺട്രി അങ്ങനെയൊക്കെ ആയിരിക്കും ക്ലാസ് 1 കൂടുതലായിട്ടും പോവാം. ക്ലാസ് 2 എന്ന് പറയുമ്പോൾ ചെറിയ ലോക്കൽ ഓട്ടം. ഇപ്പം ഞാൻ ഇംഗ്ലണ്ടിലാണുള്ളത്. എനിക്ക് ഇംഗ്ലണ്ടിൽ കൂടെ മാത്രം പോയാൽ മതി. അതായത് എനിക്ക് 1 ഡേ തന്നെ തിരിച്ചു വരാം. രാവിലെ പോയാൽ വൈകുന്നേരം വീട്ടിൽ വരാം. ക്ലാസ് 1 ചിലപ്പോൾ അത് പറ്റില്ല. ഒരു കൺട്രി ടു വേറെ കൺട്രി ആയിരിക്കും. അതായത് ഇപ്പോൾ UK ഇപ്പോൾ യൂറോപ്പിൽ അവിടെ വേണമെങ്കിൽ ആവാം. അങ്ങനെ ഞാനിവിടെ ക്ലാസ് 1 കൂടുതലും അങ്ങനെയാണ്. പേയ്മെന്റും കൂടുതലാണ്. പിന്നെ നമ്മൾ വണ്ടി തന്നെ സ്റ്റേ ചെയ്യണം, കിടക്കണം. വണ്ടിയിൽ തന്നെ സ്റ്റേ ചെയ്യാൻ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. സൗകര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാം ഈ വണ്ടിയിലാണെങ്കിലും സ്റ്റേ ചെയ്യാൻ സൗകര്യം. ഇതിപ്പം നമ്മളങ്ങനെ ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് നല്ല ചില സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചേക്കാണ്. നമുക്ക് യൂസ് വരുന്നില്ല. ഇങ്ങനെ ഒരു ജോലി ചെയ്യുന്നോണ്ടുള്ള ബെനിഫിറ്റ് എന്താന്ന് ഇതിന് പറയാനുള്ളത്? ബെനിഫിറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം തന്നെ ബെനിഫിറ്റ് ആണ്. കാരണം നമുക്ക് കുറെ യാത്ര ചെയ്യാം. അതൊന്നാമത്തെ ബെനിഫിറ്റ്. പിന്നെ നമുക്കൊരാളുടെയും അണ്ടറിൽ വർക്ക് ചെയ്യണ്ട. ഇപ്പൊ ഞാൻ നേരെ ഇപ്പൊ ഞാൻ കോറി വർക്കാണ് ചെയ്യുന്നത്. ഞാൻ നേരെ പോകുന്നു, അവിടെ കോറി പോയിട്ട് ലോഡ് ചെയ്യുന്നു. നമുക്ക് ഫോണിലേക്ക് ഇതിന്റെ ഡെലിവറി അഡ്രസ്സ് വരുന്നു. നമ്മൾ നേരെ കൊണ്ട് ഡെലിവറി ചെയ്യുന്നു, തിരിച്ചു വരുന്നു. അപ്പൊ ഇതിനിടയ്ക്ക് നമുക്ക് വേറെ ഒരു കോണ്ടാക്ട് ഇല്ല. നമ്മൾ രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്നു. നമ്മുടെ ഇഷ്ടം പോലെ ഇപ്പം നമുക്ക് ഇഷ്ടം പോലെ ഉച്ചയ്ക്ക് നിർത്തണമെങ്കിൽ ഉച്ചയ്ക്ക് നിർത്തി വീട്ടിൽ വരാം, അല്ലെങ്കിൽ വൈകുന്നേരം വരെ നിൽക്കാതെ നമ്മുടെ ചോയ്സാണ്. പക്ഷെ എപ്പോഴും അങ്ങനെ ഉച്ചയ്ക്ക് നിർത്തി വരാൻ പറ്റില്ല. അതൊരു ബെനിഫിറ്റ് ആയിട്ട് ഞാൻ കാണുന്നത്. ഈ ഒരു കമ്പനിയിൽ അതൊരു നല്ലൊരു ഇതാണ്. കാരണം നമുക്ക് എല്ലാ കമ്പനിയിലും അങ്ങനെ ആവണമെന്നില്ല. ഇല്ല, കാരണം എനിക്ക് ഡെയിലി വേജസ് ആണ് കിട്ടുന്നത്. ഇത്ര അവർ വർക്ക് ചെയ്യണമെന്നില്ല. ഇപ്പൊ ഞാൻ ഏകദേശം ഒരു എന്താ പറയാ, ഒരു ടാക്സിക്കാർ പോലെ ചെയ്യുന്ന പോലെ അവർ ഏകദേശം ഒരു നമുക്ക് കമ്പനിക്കും ലോസ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് ലോഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 അല്ലെങ്കിൽ 3 ലോഡായിട്ടുണ്ടെങ്കിൽ ഞാൻ അത് നിർത്തി വീട്ടിൽ വരും. അപ്പോൾ എനിക്ക് മാക്സിമം പോയിട്ടുണ്ടെങ്കിൽ 7 അല്ലെങ്കിൽ 8 അവേഴ്സ് ഡ്രൈവിംഗ് അവേഴ്സ് വരുന്നുള്ളൂ. ചിലപ്പോൾ അത്രയും വരില്ല. ചിലപ്പോൾ ഒരു 5 അവേഴ്സിൽ എനിക്ക് ജോലി കഴിഞ്ഞിട്ട് വീട്ടിൽ വരാം. വേറെ സാലറി നല്ല കൂടുതലാണ്. കാരണം നമ്മൾ വേറെ ഏത് ജോലിക്ക് പോയാലും അവിടെ നിന്ന് പണിയെടുക്കണം. നല്ല പണിയെടുക്കണം. ഇതിലും പണിയുണ്ട്. ഇത് നമ്മൾ വണ്ടി ഓടിക്കണം. പക്ഷെ ഇഷ്ടപ്പെട്ട് ക്രേസ് ഉള്ള ആൾക്കാണെങ്കിൽ അതൊരു ജോലിയായിട്ട് തോന്നില്ല. കാരണം നമ്മള് നമുക്ക് ഓരോ ദിവസവും ഡിഫറെന്റ് റോഡായിരിക്കും, ഡിഫറെന്റ് ടെറൈൻ. അങ്ങനെ ഇപ്പം വരുമ്പോ നമുക്കൊരു അതൊരു എന്താ പറയാ, അതൊരു നല്ലൊരു ഇതാണ്. നമുക്ക് ബോറടിക്കില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും ആരുടെ അണ്ടറിൽ വർക്ക് ചെയ്യേണ്ട അതൊരു ഭയങ്കര ഒരു മെച്ചമാണ് ഇതിന്റെ ഒരു ജോലിന്റെ ഭാഗമായിട്ട് പറയുകയാണെങ്കിൽ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നാട്ടിലത്തെ ഒരു ട്രക്ക് ഡ്രൈവിംഗ് ജോലിയും ഇവിടുത്തെ ഒരു ജോബും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? നാട്ടിലെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ട്. കാരണം നാട്ടിൽ നമുക്ക് എത്ര വേണമെങ്കിലും വണ്ടി ഓടിക്കാം, 24 hours വേണമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കാം. പക്ഷെ ഇവിടെ നമുക്കത് പറ്റില്ല. നമുക്ക് ഡെയിലി 9 hours മാത്രമാണ് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ. എന്താണ് അങ്ങനെ? അത് ഇവിടുത്തെ റൂൾ അങ്ങനെയാണ്. സേഫ്റ്റി ഇഷ്യൂ ഉള്ളതുകൊണ്ടാണോ? പിന്നെ ഡ്രൈവേഴ്സ് ഓവർ ടൈം അങ്ങനെ വർക്ക് ചെയ്യും. കാരണം റിസ്ക് ആണല്ലോ. ഓവർ ടൈം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്
അതുകൊണ്ടാണ് അങ്ങനെ ഒരു ലിമിറ്റേഷൻ വെച്ചേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു കാർഡുണ്ട്, നമുക്ക് ചെറിയൊരു നമ്മുടെ ലൈസൻസിൽ വലിപ്പമുള്ള ഒരു കാർഡുണ്ട്. അത് നമ്മൾ വണ്ടിയിൽ ഇട്ടാൽ മാത്രമേ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതൊരു ലിമിറ്റേഷൻ എന്ന് പറയില്ല, പക്ഷെ സേഫ്റ്റി മാറ്ററാണ്. അത് നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് 9 hours മാത്രമേ ഒരു ദിവസം ഓടിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ കുറച്ചും കൂടെ സേഫ്റ്റി കൺസേൺ ചെയ്യുന്നുണ്ട് വണ്ടി. നമ്മൾ രാവിലെ മാൻഡേറ്ററി ആയിട്ട് നമ്മൾ കുറച്ച് ചെക്സ് എല്ലാം ചെയ്തിട്ട് നമ്മൾ ബുക്കിൽ കിട്ടണം, അല്ലെങ്കിൽ നമ്മൾ സിസ്റ്റത്തിൽ നോട്ട് ചെയ്യണം. ഓരോ ചെക്ക് നമ്മളത് ടിക്ക് ചെയ്ത് പോകാണ്ട് അത് നമ്മൾ ഈ ഇത് റെക്കോർഡ് ആവുന്നതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. കാരണം നമ്മൾ ടാക്കോ എന്നാണ് കാർഡിന് പേര്, ടാക്കോ കാർഡ്. അതിനകത്ത് നമ്മൾ അതർ വർക്ക് എന്നൊരു ഓപ്ഷൻ ഇട്ടിട്ടാണ് ഈ ചെക്ക് ചെയ്യുന്നത്. അപ്പം ദിവസവും വണ്ടി എടുത്തതിന് മുന്നേ ഒരു മിനിമം ഒരു 5 to 15 minutes വണ്ടി ചെക്ക് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഇത് കിട്ടുള്ളൂ. നാട്ടിലത്ര നമ്മൾ അത്രയും ഓവർ വെയിറ്റ് ചെയ്ത് പോകില്ല ഇവിടെ, കാരണം അതിന് ലിമിറ്റേഷൻ ഉണ്ട്. എല്ലാം സേഫ്റ്റി കൺസേൺ ആയിട്ടാണ്, എല്ലാവരും സേഫ്റ്റി സൈഡിലാണ് ഇവിടെ മൊത്തം പോകുന്നത്. പിന്നെ വണ്ടികൾക്ക് ഇൻസ്പെക്ഷനും കാര്യങ്ങളും 6 month അല്ല 6 week വണ്ടിക്ക് ഇൻസ്പെക്ഷൻ ഉണ്ട്. അപ്പോൾ 6 week ആകുമ്പോൾ വണ്ടി നമ്മൾ മെക്കാനിക്കിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് എല്ലാം ഫുൾ ചെക്ക് ചെയ്തിട്ട് നമ്മൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ ഇവിടെ കൂടുതലാണ്. പിന്നെ എല്ലാം സെയിം തന്നെ വണ്ടി. ഇവിടെ ഇപ്പം UK ആയതുകൊണ്ട് നമ്മൾ സെയിം സൈഡ് തന്നെയാണ് നമ്മൾ. എനിക്ക് തോന്നുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ UK ട്രക്ക് ഡ്രൈവേഴ്സിന് നാട്ടിൽ കിട്ടാത്തൊരു റെസ്പെക്ട് കിട്ടുന്നുണ്ട് അല്ലേ? നാട്ടിലെ ഡ്രൈവേഴ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ പറയും ഡ്രൈവർ അല്ലേ, അവന് ബസ് ഓടിക്കാൻ അല്ലെങ്കിൽ അവൻ ലോറി ഓടിക്കാൻ പറയും. ഒരു പ്രൊഫഷണൽ ജോബ്, ഒരു സ്കിൽഡ് ജോബ് ആണ് അല്ലേ? ആ ഒരു ഡിഫറൻസ് ഭയങ്കരമായിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? സാലറിന്റെ കാര്യത്തിലാണെങ്കിലും പിന്നെ അത്രയും റിസ്ക് എടുത്ത് നമ്മളിവിടെ ഓടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ കുറച്ചും കൂടെ സേഫ്റ്റി കുറച്ചുകൂടെ എന്താ പറയുക ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കൺട്രിയും കൂടെ ആയതുകൊണ്ടായിരിക്കും അല്ലേ? ഞാൻ പറയുന്നത് നാട്ടിലെ റിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രൈവേഴ്സ് തന്നെ എടുക്കുന്ന റിസ്ക് ആണെന്ന് എനിക്ക് തോന്നുന്നത്. കുറച്ചധികം കൂടെ റിസ്ക് എടുക്കുന്നുണ്ട്. ആ ഒരു സിസ്റ്റത്തിന്റെ ഒരു വ്യത്യാസമായിരിക്കും. നമ്മുടെ ട്രാഫിക് സിസ്റ്റത്തിന്റെ ഒരു വ്യത്യാസമാണ്. അത് നല്ലൊരു ഇതാണ്, കാരണം നമ്മുടെ നാട്ടിൽ അതുകൊണ്ട് തന്നെ കുറെയൊക്കെ മെച്ചപ്പെടുത്താനുണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും ഫീൽ കൂട്ടുന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് ഒരു സ്ട്രെസ് ഇല്ല. ഇപ്പൊ ഈ ഇങ്ങോട്ട് നോക്കിയാൽ തന്നെ നമുക്കറിയാം നല്ല വ്യൂ ആണ്, നല്ല ഫുള്ള് പോലെ. അതെ, ഇപ്പം സമ്മർ ആയതുകൊണ്ട് സൺസെറ്റ് ലേറ്റ് ആണ്. നമ്മളിതെല്ലാം കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് പയ്യെ പോവാൻ. വെതർ എന്ന് പറഞ്ഞാൽ നമുക്ക് വെതറിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്? ഇപ്പൊ വിന്റർ ആയി കഴിയുമ്പോൾ വെതറിന് എന്തെങ്കിലും ഇഷ്യൂസ്? വിന്റർ ആയി കഴിയുമ്പോൾ നമ്മൾ മസ്റ്റായിട്ട് വണ്ടിക്ക് വിന്റർ ടയർ ആണോ നോക്കണം. പിന്നെ വണ്ടി കുറച്ചും കൂടെ അധികം മെയിൻ്റെനൻസ് കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. പിന്നെ സ്നോ ഒക്കെ ചാടുവാണെങ്കിൽ നമ്മൾ ഡ്രൈവിംഗ് വളരെ സൂക്ഷിക്കണം, കാരണം ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് കൂടുതലായിരിക്കും. നമ്മളിപ്പോൾ ഇവിടെ നിർത്തുന്ന വെച്ച് അവിടെ ചവിട്ടി അവിടെ കിട്ടില്ല. അപ്പം നമ്മളതെല്ലാം ഒരു പ്രിപ്പയർഡ് ആയിരിക്കണം. പിന്നെ എന്താ പറയാ, ഓടിക്കുന്ന ആളുടെ പോലെ ഇരിക്കും എല്ലാ കാര്യങ്ങളും. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്ലാസ് 1 ക്ലാസ് 2 ഉണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ക്ലാസ് 2 ജോബ് തിരഞ്ഞെടുക്കാനുള്ള റീസൺ? ക്ലാസ് 2 ഞാൻ ആദ്യം ക്ലാസ് 1 പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഞാൻ ക്ലാസ് 2 എനിക്ക് കുറച്ചും കൂടെ വീടിൻ്റെ അടുത്തായിരുന്നു, കാരണം എനിക്ക് 5 minute പോയി കഴിഞ്ഞിട്ട് വണ്ടി എടുത്ത് എനിക്ക് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യാം. ക്ലാസ് 1 അത് എനിക്ക് ഫസ്റ്റ് ജോലി കിട്ടിയത് ക്ലാസ് 1 അപ്പോൾ ക്ലാസ് 1 എന്ന് പറയുമ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാനുണ്ടായിരുന്നു. എന്നിട്ട് വണ്ടി എടുത്തിട്ട് പോയിട്ട് വേണം എനിക്ക് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതെനിക്ക് മൊത്തത്തിൽ ഒരു ഡേയിലെ വർക്ക് എന്ന് പറയുമ്പോൾ 15 hours വരുന്നുണ്ട്. എനിക്ക് ഡ്രൈവിംഗ് ഹവേഴ്സ് ഒരു 9 hours വരും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവല്, പിന്നെ ഇടയ്ക്ക് നമ്മൾ ബ്രേക്ക് എടുക്കണം. വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ഒരു 4.5 hour ഓടിച്ച് ചെയ്യുമ്പോൾ ബ്രേക്ക് എടുക്കണം. അപ്പം എല്ലാം കൊണ്ടും ഭയങ്കര ലോങ് ഡേ ആയിരുന്നു, എനിക്ക് ലോങ് ഷിഫ്റ്റ് ആയിരുന്നു വരുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ വീടിനടുത്ത് തന്നെ വേറെ ഓപ്പർച്യൂണിറ്റി കിട്ടി. ഇപ്പം ക്ലാസ് 2 ആയിരുന്നു, പക്ഷേ സാലറിയിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് അത്രയും ടൈമാണ് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ആയിട്ട് എല്ലാം കൊടുക്കുന്നത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ടൈം ഈസ് മണി എന്നുള്ള ഇതിൽ ഞാനത് ഇങ്ങോട്ട് തൊട്ടടുത്തുള്ള ഈ ക്ലാസ് 2 ജോബിലോട്ട് ഞാൻ കയറി. പിന്നെ എനിക്ക് ഇവിടുന്ന് ഈ കമ്പനിയിൽ തന്നെ ഒരു പ്രൊമോഷൻ കിട്ടി. അപ്പോൾ എല്ലാം കൊണ്ടും ഇതൊരു ഓക്കെ ചോയ്സ് ആയിരുന്നു. പിന്നെ ഇപ്പം ഐബിൻ പറഞ്ഞു ഒരു ക്ലാസ് 2 ജോബിന് വേറെ എന്തെങ്കിലും കാരണം ഉണ്ടായിരുന്നോ? ലൈക്ക് അത്ര റിസ്ക് ഇല്ല എന്നുള്ളത് കൂടി കൊണ്ടിട്ടാണോ ഇങ്ങനെ ഒരു ജോബിലേക്ക് വന്നത്? റിസ്ക് രണ്ടും സെയിം ആണ്, കാരണം നമ്മൾ രണ്ടും റോഡിൽ കൂടെയാണല്ലോ പോകുന്നത്. പിന്നെ ക്ലാസ് 2 നമുക്ക് കുറച്ചും കൂടെ എന്താ പറയുക, ട്രെയിലർ ഇല്ല, പിന്നെ ലോങ് ഡിസ്റ്റൻസ് പോകണ്ട. അതൊരു എന്താ പറയുക, ഒരു ഫാമിലി ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ ക്ലാസ് 1 നമുക്ക് ഒരിക്കലും പ്രിഫർ ചെയ്യാൻ പറ്റില്ല. കാരണം അതൊരു സിംഗിൾ ആയിരിക്കുന്ന സമയത്താണ് ഞാൻ ഇപ്പം കല്യാണം കഴിച്ചു. അതിന് മുന്നേ ആ സമയത്താണ് ക്ലാസ് 1 പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം കല്യാണം കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ക്ലാസ് 2 ആണ് ഏറ്റവും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് വൈകുന്നേരം വീട്ടിൽ വരാം, നമുക്ക് ഗ്രോസറി പർച്ചേസ് അങ്ങനത്തെ കാര്യങ്ങളും, പിന്നെ എന്തെങ്കിലും നമുക്ക് കുക്ക് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് ടൈം കുറേ ഉണ്ടാവും. അപ്പം ഞാനൊരു 6 o'clock പോയിട്ടുണ്ടെങ്കിൽ ഞാൻ
ഒരു 3 o'clock 4 o'clock ഒക്കെ ആകുമ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലെത്തും. ചിലപ്പോൾ നേരത്തെ എത്തും കേട്ടോ. അതൊരു ഈ ഒരു കമ്പനിയിൽ അതെനിക്ക് വളരെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ. പിന്നെ ഐബിനിപ്പോൾ കൊണ്ടുപോകുന്ന പ്രൊഡക്റ്റ് എന്താണ്? ഡെലിവറി ഉണ്ടെന്ന് പറഞ്ഞു. എന്ത് പ്രൊഡക്റ്റ് ഐബിൻ ഡെലിവറി ചെയ്യുന്നത്? ഞാനിപ്പോൾ നമ്മൾ റോഡ് ടാറിങ്ങിന് വേണ്ടിയുള്ള ഹീറ്റായിട്ടുള്ള ഇത് കൊണ്ടുപോകാണ്. നമ്മൾ ടാർ കൊണ്ടുപോകാൻ. അപ്പം ഇതൊരു കോറിയാണ്. അവിടെ നമ്മൾ റോഡ് വർക്കിന് ഇപ്പോൾ സാധാ റോഡ് ടാറിങ് നമ്മൾ മിഷൻ ടാറിങ് ചെയ്യുന്നതിന് നമ്മൾ ഇത് എത്തിച്ചു കൊടുക്കുക, സാധനം എത്തിച്ചു കൊടുക്കുക. കുഴപ്പമില്ല. നമുക്ക് കുറേ ഇൻ ബിറ്റ്വീൻ നമുക്ക് അവിടെ സൈറ്റിൽ എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് കുറേ ഫ്രീ ടൈം കിട്ടും. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഗുഡ് സൈഡ് എന്ന് പറയുമ്പോൾ. അപ്പം ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. ഇനി നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് ആളുടെ അടുത്ത് ചോദിക്കുന്നതായിരിക്കും. ആൾക്കാരാണ് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയുന്നതായിരിക്കും. നമുക്ക് വിസ കിട്ടിയത് എങ്ങനെയാണെന്നും എന്ത് കോഴ്സ് ചെയ്തിട്ടാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതായിരിക്കും. ഇന്നത്തേക്ക് ഇപ്പം ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വെതറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്, ക്ലൗഡി ആയി തുടങ്ങിയിട്ടുണ്ട്, ലൈറ്റ് പയ്യെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.